ദൈവത്തിൻ്റെയും ഭക്തിയുടെയും പേരിൽ എന്ത് പോകൃതരം കാണിച്ചാലും ചോദ്യം ചെയ്യാൻ ആൾക്കാർക്കൊരു മടിയാണ്, അല്ലേ? വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ചിലർ ഒരുപാട് പോകൃതരങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരട്ടെ. കണ്ടോ? ഒരു 18 lakhs കൂടെ ഉണ്ടായാലേ വാങ്ങാൻ ഒക്കത്തുള്ളൂ. CC എടുക്കാൻ പ്ലാൻ ചെയ്തേ. പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നി, CC ഇടാതെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ ഉള്ളിൽ തോന്നുവാ ബ്രദർ, ഞാൻ ആ പൈസ തരാൻ തോന്നുവാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉള്ളില് കർത്താവ് അങ്ങനെ ഒരു പ്രേരണ തരുന്നുവെങ്കിൽ മീറ്റിംഗിന് ശേഷം എന്നെ വന്ന് കാണാം. ഇയാളൊരു പാസ്റ്ററാണ്. പുള്ളിക്ക് ഒരു കാറ് വാങ്ങാൻ 18 ലക്ഷം രൂപ വേണം. അതിന് മുന്നിലിരിക്കുന്ന ആൾക്കാരോട് യാചിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. എനിക്ക് കാശ് തരാൻ കർത്താവ് നിങ്ങളുടെ മനസ്സിൽ പ്രേരണ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മീറ്റിങ്ങിന് ശേഷം എന്നെ വന്ന് നേരിട്ട് കാണൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയുണ്ടല്ലേ? കൊള്ളാമല്ലേ സംഭവം? കർത്താവ് ആൾക്കാരുടെ അവിടെ മുന്നിലിരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിൽ ഇയാൾക്ക് കാശ് കൊടുക്കാനായിട്ടൊരു പ്രേരണ തോന്നിപ്പിക്കുകയാണെങ്കിൽ അയാളെ ചെന്ന് കാണാൻ നൈസായിട്ട് ഭിക്ഷാടനം നടത്തുക. ഇതിനെ ഭിക്ഷാടനം എന്നല്ലാതെ മറ്റൊരു പേരിട്ട് വിളിക്കാൻ പറ്റുമോ? നാണമില്ലേ ഇയാൾക്ക്? റോഡിൻ്റെ സൈഡിൽ പോയി ഇരിക്കുക, എന്നിട്ട് ഒരു തോർത്തോ ടവലോ എടുത്ത് മുന്നിൽ ഇങ്ങനെ വിരിക്കുക, എന്നിട്ട് അതുവഴി നടന്നു പോകുന്ന ആൾക്കാരോട് വല്ലതും തായോ വല്ലതും തായോ എന്നിങ്ങനെ യാചിക്കുക. അതല്ലേ ഇതിനേക്കാളും നല്ലത്? ആ പണിക്ക് കുറച്ചുകൂടി അന്തസ്സില്ലേ, ഒരു വിലയില്ലേ? അല്ലാതെ ഭക്തിയുടെ പേരിൽ കുറേ പേരെ പിടിച്ച് മുന്നിലിരുത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം തട്ടിയെടുക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ വെറും തെണ്ടിത്തരമാണ്. അതല്ലാതെ വേറെ വാക്കില്ല. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇവർക്ക് ക്യാഷ് കൊടുത്താൽ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടും അത്രേ. അതാണ് ഡയലോഗ്. ഇത്രയും ബോധമില്ലാതെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ചെന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന ആൾക്കാരെ എന്താണ് പറയേണ്ടത്? വകതിരിവുള്ള ഒരെണ്ണം പോലും ആ കൂട്ടത്തിൽ ഇല്ലാതായിപ്പോയോ? വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കാൻ വലിയ എളുപ്പമാണ്. ആ എളുപ്പമാണ് ഇവന്മാർ മുതലെടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇവരെ ഉപയോഗിച്ച് ഇവന്മാർ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ? എനിക്ക് ക്യാഷ് തരാൻ കർത്താവ് തോന്നിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുതരാൻ, ഞാനതെടുത്ത് കാറ് വാങ്ങിക്കൊള്ളാം. എന്ത് മാന്യമായ ഭിക്ഷാടനം അല്ലേ? അതും ചില്ലറ പൈസയൊന്നുമല്ല, 18 ലക്ഷം രൂപ. അവൻ്റെ പല്ലടിച്ച് തെറിപ്പിക്കാൻ അവിടെ ആരും ഇല്ലാതായിപ്പോയല്ലോ. ഓരോരുത്തർ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന സമ്പാദ്യം നിനക്കൊക്കെ കാറും കളിക്കോപ്പും വാങ്ങാൻ കൊണ്ടുവരണോ? കൈയും കാലും ഇല്ലേടോ, പണിക്ക് പോയി ജീവിക്കടോ. വെറുതെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കൊള്ള നടത്താൻ നോക്കിയാതെ. ഇത്തരം ആൾക്കാർ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ശരിക്കും ഈ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലുള്ളവന്മാരുടെ പ്രസംഗം കേട്ട് നിൽക്കാതെ കല്ലെറിഞ്ഞ് തല്ലി ഓടിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത്. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാവും അടുത്ത പ്രശ്നം. ഇതുപോലെ വന്നു കിടന്ന് വിവരദോഷം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടുത്തൽ. അല്ല, പുള്ളിക്കാരൻ കർത്താവുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നേരിട്ടങ്ങ് ചോദിച്ചാൽ പോരെ? കർത്താവ് വാങ്ങി കൊടുക്കത്തില്ലായോ കാറ്?